എന്റെ ഉമ്മത്തിൽ നിന്നുകൊണ്ട് ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി കൊണ്ട് അവനെ മുന്നിലേക്ക് വിളിക്കും. അലാ റൂസി ഖലാഇഖി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അന്ന് എല്ലാ ആളുകളും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ആ ദിവസത്തിൽ എല്ലാവരുടെയും മുമ്പിലായിക്കൊണ്ട് ആ മനുഷ്യനെ വിളിക്കപ്പെടും. എന്നിട്ട് ഫയുൻശറു ലഹു 99 സിജില്ല, എന്നിട്ട് അവന്റെ മുമ്പിലേക്ക് 99 ഏടുകൾ, അവന്റെ സ്ക്രോളുകൾ ചുരുട്ടി രേഖപ്പെടുത്തിയിട്ടുള്ള അവന്റെ സ്ക്രോളുകൾ ലഘുലേഖ പോലെ ഇങ്ങനെ ചുരുട്ടിയത്, അതുപോലെ ഒരു 99 എണ്ണം, അത് ഫയുൻശറു അവന്റെ മുന്നിലേക്ക് ഇങ്ങനെ വിശാലമായി വിരിക്കപ്പെടും. എന്താണ് അതിലുള്ളത്? അവനവന്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങളാണ്, അവന്റെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങളാണ്, അവൻ കാണാൻ പാടില്ലാത്തത് കണ്ടതും, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടതും, പറയാൻ പാടില്ലാത്തത് പറഞ്ഞതും, അവൻ ഒഴിവാക്കിയ എല്ലാ നന്മകളും എല്ലാം അടങ്ങുന്ന അവന്റെ ഏടുകൾ, അവന്റെ ജീവിതത്തിലുടനീളം അവൻ ചെയ്തതെല്ലാം ഏടുകളാക്കി അവന്റെ മുന്നിൽ ഇങ്ങനെ വിരിച്ച് വെക്കപ്പെടും. എന്നിട്ടോ കുല്ലു സിജില്ലിൻ മിസ്ലു മദ്ദിൽ ബസ്സർ, അവന് കണ്ണെത്താ ദൂരത്തോളമായിരിക്കും ഓരോ ഏടും ഉണ്ടാവുക. അതിൽ ഒരു ഏട് തന്നെ വിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വിശാലമായി വിരിച്ച് നീട്ടപ്പെട്ടാൽ അതിന്റെ അറ്റം അവന് കാണാൻ സാധിക്കുകയില്ല. അതുപോലെയാണ് അവൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള 99 ഏടുകളാണ് അവന്റെ മുന്നിലേക്ക് ഇങ്ങനെ വിരിക്കപ്പെടുക. യഖൂലു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിചാരണ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ശൈഅ, ഈ എഴുതപ്പെട്ടതിൽ നിന്റെ കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന ഒരു ഏട്, അതുപോലെ 99 ഏടുകൾ, അതിലെഴുതിയിരിക്കുന്ന എന്തെങ്കിലും ഒന്ന് അതുൻകിറു, നിനക്ക് എതിർക്കാനുണ്ടോ? അതിനോട് എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? അത് ചെയ്തിട്ടില്ല, അതെന്റെ വകയല്ല, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല, എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? എന്റെ മലായിക്കത്തുകൾ, നിന്റെ നന്മയും തിന്മയും രേഖപ്പെടുത്തിയിരുന്ന മലായിക്കത്തുകൾ നിന്നോട് എന്തെങ്കിലും അക്രമം പ്രവർത്തിച്ചോ? നീ ചെയ്യാത്തത് എന്തെങ്കിലും അവർ കൂട്ടിച്ചേർത്ത് എഴുതിയിട്ടുണ്ടോ? അതല്ല, നീ പറയാത്തത് എന്തെങ്കിലും, നീ പറയാത്ത ഉദ്ദേശത്തിലോ ഏതെങ്കിലും സമയം തെറ്റിച്ചോ, ഏതെങ്കിലും സ്ഥലം തെറ്റിച്ചോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിന്നോട് എന്തെങ്കിലും ഒരു അനീതി അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചതായി നിനക്ക് പറയാനുണ്ടോ? അപ്പൊ ആ മനുഷ്യൻ പറയും, ഫയഖൂലു ലാ യാ റബ്ബി, റബ്ബേ അതൊന്നുമില്ല, ഇതെല്ലാം ഞാൻ ചെയ്തത് തന്നെയാണ്, ഇതെല്ലാം ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഇതെല്ലാം ഞാൻ ഒഴിവാക്കിയതും ഞാൻ കണ്ടതും എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചതും ഒക്കെയാണ്, എല്ലാം കൃത്യമാണ്. ഫയഖൂലു അഫലക ഉദ്റുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ശരി, ഇതെല്ലാം ശരിയാണെങ്കിൽ അഫലക ഉദ്റുൻ, നിനക്ക് എന്തെങ്കിലും ഉദ്റുകൾ പറയാനുണ്ടോ? നിനക്ക് എന്തെങ്കിലും എക്സ്ക്യൂസുകൾ പറയാനുണ്ടോ? ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് അങ്ങനെ ചെയ്തു പോയത്, അതല്ല എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, അതല്ല എങ്കിൽ അത് ചെയ്യണമെന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞ് എന്റെ മുമ്പിൽ വെക്കാൻ മാത്രമുള്ള എന്തെങ്കിലും ഉദ്റുകൾ നിനക്കുണ്ടോ? ഇവിടെ പറയാൻ മാത്രം, അത് പരിഗണിക്കേണ്ടതില്ല എന്ന് പറയാൻ മാത്രം എന്തെങ്കിലും ഉദ്റുകൾ നിന്റെ കയ്യിലുണ്ടോ? ഫയഖൂലു ലാ യാ റബ്ബി, റബ്ബേ അതും ഇല്ല, ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു, ഇതൊക്കെ ഞാൻ ചെയ്തത് തന്നെയാണ്, എനിക്കൊരു ഉദ്റും പറയാനില്ല. അങ്ങനെ ആ മനുഷ്യൻ താൻ നഷ്ടക്കാരനിലാണ് എന്ന് സ്വയം ബോധ്യപ്പെടുന്ന ഒരു സമയം, ഈ തെറ്റുകുറ്റങ്ങൾക്കെല്ലാം ഇതിനൊന്നും പകരം വെക്കാൻ ജീവിതത്തിൽ നന്മകളില്ലാത്ത ഒരവസ്ഥ, സഹോദരങ്ങളെ നമ്മൾ ആലോചിച്ചു നോക്കണം. വിശാലമായ ഏടുകൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും. നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഓരോ അമലുകളും ഓരോ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷികളെ അടക്കം നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ മുന്നിൽ ആ ഏടുകൾ നിരത്തി അല്ലാഹു ചോദിക്കും. നമ്മൾ ഓരോരുത്തരും നേരിടുന്ന ഒരു ചോദ്യമാണ്, അതുൻകിറു ഹാദാ, ഇത് നീ തള്ളിപ്പറയുന്നുണ്ടോ? ഇത് നീ ചെയ്തതല്ലേ എന്ന ഓരോ ചോദ്യത്തിനും നമ്മുടെ മറുപടി പറയേണ്ടവരാണ്. അങ്ങനെ ഈ മനുഷ്യൻ താൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്, താൻ നരകക്കാരുടെ കൂട്ടത്തിലാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്റെ നരകത്തിലേക്കുള്ള
യാത്രയെ സംബന്ധിച്ച് ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും ബല, വെയിറ്റ്, അങ്ങനല്ല. ഇന്നലക ഇൻദനാ ഹസനത്തുൻ, എന്റെ കയ്യിൽ നിനക്ക് വേണ്ടി ഒരു ഹസനത്തുണ്ട്, ഒരു നന്മയുണ്ട്. അങ്ങനെ താൻ നഷ്ടക്കാരനാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ട് നരകത്തിന്റെ ആളാണ് താൻ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയാ, നിനക്ക് വേണ്ടി എന്റെ കയ്യിൽ ഒരു നന്മയുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വഇന്നഹു ലാ ദുൽമ അലൈക്കൽ യൗം, നിന്നോട് ഇന്ന് അക്രമമൊന്നും പ്രവർത്തിക്കുകയില്ല. കാരണം നിന്റെ കയ്യിൽ എന്തെങ്കിലും ഹസനാത്തുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ഇവിടെ പരിഗണിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോഴും ആ മനുഷ്യൻ ചിന്തിക്കും, ഈ 99ഓളം വിശാലമായി കിടക്കുന്ന ഏടുകളിൽ ഞാൻ ചെയ്ത അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഇതിന് പകരം വെക്കാൻ എന്ത് ഹസനാത്ത്. അപ്പോ ആ മനുഷ്യൻ ഇതിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതുഖ്റജു ബിതാഖത്തുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാർഡ് എടുക്കും. ഒരു ബിത്താഖ, നമ്മൾ ബത്താഖ എന്നൊക്കെ പറയും, കാർഡ്. അങ്ങനെ ഒരു കാർഡ് അതിങ്ങനെ എടുക്കപ്പെടും. അവിടെ അതിലെന്താണുള്ളത്? ഫീഹ, അതിലുണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. ആ ഷഹാദത്ത് എഴുതിയ ഒരു കാർഡ് അവിടെ ഉയർത്തപ്പെടും. അപ്പൊ ആ മനുഷ്യൻ ചോദിക്കും, ഫയഖൂലു യാ റബ്ബി, എന്റെ റബ്ബേ, മാ ഹാദിഹിൽ ബിതാഖതു മഅ ഹാദിഹി സിജില്ലാത്ത്, അല്ലാഹുവേ, ഈ 99ഓളം വിശാലമായി കിടക്കുന്ന ഈ പാപങ്ങളുടെ, എന്റെ കുറ്റങ്ങൾ നിറഞ്ഞ ഈ ഏടുകൾക്ക് മുന്നിൽ ഈ കാർഡ്, മാ ഹാദി, ഇതിനെന്താണ് റബ്ബേ ഉള്ളത്? ഈ 99ഓളം ഏടുകൾക്കും പകരം വെക്കാൻ എന്ത് ഹസനാത്താണ് റബ്ബേ അതിലുള്ളത് എന്ന് ആ മനുഷ്യൻ ചോദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി കൊടുക്കും, ഇന്നക ലാ തുദ്ലം. എന്നാൽ ശരി, നമുക്ക് അങ്ങനെ നോക്കാം. നിനക്കങ്ങനെ തോന്നുന്നില്ല എങ്കിൽ, ഇതൊരു ഹസനാത്തായിട്ട് തോന്നുന്നില്ല എങ്കിൽ നിന്നോട് ഒരു അക്രമവും പ്രവർത്തിക്കപ്പെടുകയില്ല. നമുക്കത് കണക്ക് നോക്കുന്നത് പോലെ തന്നെ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതൂദഉ സിജില്ലാതു ഫീ കിഫ, അല്ലാഹു മീസാൻ കൊണ്ടുവരാൻ ആവശ്യപ്പെടും, തുലാസിനെ കൊണ്ടുവരാൻ ആവശ്യപ്പെടും. ആ തുലാസിന്റെ ഒരു ഭാഗത്ത് അവന്റെ എല്ലാ ഏടുകളും ചുരുട്ടിയത്, ആ 99 ഏടുകളും അവന്റെ തുലാസിന്റെ ഒരു വശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതൂദഉ, അതവിടെ സെറ്റ് ചെയ്യും. വൽ ബിതാഖതു ഫീ കിഫ, അങ്ങനെ അവന്റെ ആ കാർഡ്, അവന്റെ ഷഹാദത്തിന്റെ, അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ കാർഡ് എടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഭാഗത്തും ആ മീസാനിന്റെ മറ്റൊരു ഭാഗത്തും വെക്കും. ഫതാശത്തി സിജില്ലാത്ത്, ആ മനുഷ്യൻ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുമ്പോ അവന്റെ 99 ഏടുകളും വെച്ച ഏറെ വെയിറ്റ് നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു മീസാനിന്റെ ആ ഒരു കിഫ, ആ ഒരു ഭാഗം പതുക്കെ മുകളിലേക്ക് ഉയരുന്നതായി അത്ഭുതത്തോടു കൂടി അവൻ നോക്കി നിൽക്കും. എന്നിട്ടോ വസഖുലത്തിൽ ബിതാഖ, അവന്റെ കാർഡ് വെച്ചിരുന്ന ആ കിഫ, ആ മീസാനിന്റെ ആ കാർഡ് വെച്ചിരുന്ന ഭാഗം അതിങ്ങനെ കനം തൂങ്ങി താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് അവൻ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കും. ഫലാ യസ്ഖുലു മഅ ഇസ്മില്ലാഹി ശൈഅ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് അവസാനിക്കുന്നിടത്ത് പറയുക, അല്ലാഹുവിന്റെ നാമത്തിന്റെ ഒപ്പം, അല്ലാഹുവിന്റെ നാമം പറയുന്നതിന്റെ ഒപ്പം അതിനോളം വെയിറ്റിന്, അതിനോളം സകുലച്ച്, ആ കനം തൂങ്ങാൻ മാത്രം എന്താണ് അവന്റെ ഏടുകളിലുള്ളത്? ഈ ലോകത്ത് വേറെ എന്താണ് ബാക്കിയുള്ളത് എന്നാണ്. നമുക്ക് സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം പാപങ്ങൾ ചെയ്തൊരു മനുഷ്യൻ, ധാരാളം കുറ്റങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് കൊണ്ടുവരപ്പെടുമ്പോ അവനെ രക്ഷിക്കാൻ എത്തുന്നത് അവന്റെ തൗഹീദാണ്. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ, ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഷറഹിൽ അദ്ദേഹം പറയുക, വഅന്ന മൻ കാന മഅഹു അസ്ലു തൗഹീദ്, ഒരാളുടെ അടിസ്ഥാനം, അസ്ല്, അത് കറക്റ്റ് ആണ് എങ്കിൽ, ആ തൗഹീദിന്റെ, കേവലം അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് ഉച്ചരിച്ചത് കൊണ്ടായില്ല. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിരിക്കുന്നു, ഞാൻ ലാ ഇലാഹ ഇല്ലെന്ന നാവ് കൊണ്ട് പറഞ്ഞിരിക്കുന്നു, എനിക്കത് മനസ്സിലായിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമായില്ല. അവന്റെ അസ്ല്, അവന്റെ അടിസ്ഥാനം, അവന്റെ ബേസ്, അവന്റെ ഫൗണ്ടേഷൻ തൗഹീദിന് കറക്റ്റ് ആണ് എങ്കിൽ ഫഇന്ന ലാ യഖ്ലുദു ഫിന്നാർ, പിന്നെ ശാശ്വതനായിക്കൊണ്ട് കാലാകാലം ഒരിക്കലും അവസാനിക്കാത്ത ഖാലിദീന ഫീഹ,
നിത്യവാസികളായിക്കൊണ്ട് ആ നരകത്തിൽ എന്ത് ചെയ്യേണ്ടി വരില്ല, അവൻ കിടക്കേണ്ടി വരികയില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. അവിടെ അങ്ങനെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് ഉച്ചരിച്ചത് കൊണ്ടോ മനസ്സിലാക്കിയത് കൊണ്ടോ അല്ല, ലിമൻ ഖാലഹാ സാദിഖൻ മിൻ ഖൽബിഹി, അവനവന്റെ കൽബിൽ സത്യസന്ധതയോടുകൂടി വേണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവൻ പറയാൻ. അതല്ലാതെ അത് നാവ് കൊണ്ട് ഉച്ചരിച്ചിട്ട് ഞാൻ അംഗീകരിച്ചു അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാത്ത വേറെ ആരും ഇല്ല എന്ന് നാവ് കൊണ്ട് അവൻ ഉച്ചരിച്ചു. പക്ഷെ അവന്റെ അമലുകളിൽ പലപ്പോഴും അവൻ ആളുകൾ കാണുന്നതിന് വേണ്ടി അവൻ അമലുകൾ ചെയ്താലോ അതവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കോട്ടം സംഭവിക്കലാണ്. ഖബറിൽ കിടക്കുന്ന ഏതോ ഒരു മഹാൻ എന്റെ പ്രയാസങ്ങൾ എനിക്ക് തരാൻ കഴിവുള്ളവനാണ് എന്നവൻ വിശ്വസിച്ചാൽ അവന്റെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ അങ്ങനെ ഒരു വിശ്വാസം ഒളിഞ്ഞു കിടപ്പുണ്ട് എങ്കിൽ അവൻ വിളിച്ചില്ലെങ്കിലും, അവൻ അല്ലാഹു അല്ലാത്ത ആരെ വിളിച്ചു ദുആ ചെയ്തില്ലെങ്കിലും അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കറ പുരണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് ഉച്ചരിച്ചവരെല്ലാം ലിമൻ ഖാലഹാ സാദിഖൻ മിൻ ഖൽബിഹി, അവന്റെ കൽബിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമായി കൊണ്ട് അതിന്റെ അസ്ല് അവന് കറക്റ്റ് ആണ് എങ്കിൽ, എന്നിട്ടോ മുഹഖ്ഖിഖൻ ലിശുറൂതിഹാ, അതിന്റെ എല്ലാ ഷർത്തുകൾക്കും അവൻ സത്യപ്പെടുത്തേണ്ടതുണ്ട്. മുഹഖ്ഖിഖൻ, അതിന്റെ ഹഖീഖത്ത് അവൻ മനസ്സിലാക്കണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഇലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇബാദത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദുആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തൗഹീദിന്റെ അടിസ്ഥാനങ്ങൾ എന്താ? മുഹഖ്ഖിഖൻ ലിശുറൂതിഹാ, അതിന്റെ ഷർത്തുകളെ സംബന്ധിച്ച് അവൻ പഠിക്കണം. അതിനെ സത്യപ്പെടുത്തലും അതിനെതിരായി വരുന്നതെല്ലാം മുജ്തനിയൻ ലിമാ യുനാഖിബുഹാ മിനശ്ശിർക്ക്, അതിനെതിരെ വരുന്നതിനെ എല്ലാം അവൻ പഠിച്ച് മനസ്സിലാക്കണം. അപ്പോ ഷിർക്ക് എന്താണെന്ന് അവൻ പഠിക്കണം. ആദ്യം ഷിർക്ക് കൊണ്ട് തൗഹീദിന് കോട്ടം സംഭവിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയവരാണ്. തൗഹീദിനെ മാത്രം നേർക്കുനേരെ പഠിച്ചു പോകലല്ല, അതിനെതിരെ വരുന്ന ഷിർക്ക് എന്താണെന്നും അവൻ പഠിക്കണം. എന്നിട്ട് ആ ഷിർക്ക് എങ്ങനെയാണ് ഈ തൗഹീദിന് കറയുണ്ടാക്കുന്നത്, കളങ്കമുണ്ടാക്കുന്നത് എന്നവൻ പഠിക്കണം. അങ്ങനെ ആ രൂപത്തിൽ തൗഹീദിന്റെ എല്ലാ മേഖലകളെയും ലാ ഇലാഹ ഇല്ലല്ലാഹയെ പൂർണ്ണമായി അതിന്റെ അസ്ല് മനസ്സിലാക്കി അതിന്റെ ഫൗണ്ടേഷൻ കറക്റ്റാക്കി എടുത്ത ഒരാൾ, അലാ ഇലാഹ ഇല്ലല്ലാഹയെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരാൾ, അതിലൊരിക്കലും കറ പുരളാത്ത ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവന് ബാലൻസ് ചെയ്തു കൊടുക്കും എന്നുള്ളതാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. കുൻതു റിദ്ഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാൻ, ഒരു കഴുതപ്പുറത്തിരുന്നു കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും മുആദ് റളിയല്ലാഹു അൻഹും യാത്ര ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത്തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്? ഓ മുആദ്, നിനക്കറിയുമോ മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, ഒരു അടിമയുടെ മേൽ അല്ലാഹുവിനോട് അവനുള്ള ബാധ്യത എന്താണ് എന്ന് നിനക്കറിയുമോ മുആദ്? അതുപോലെ തന്നെ വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, തന്റെ അടിമകളുടെ മേൽ അള്ളാഹുവിനുള്ള ബാധ്യത എന്താണ് എന്ന് നിനക്കറിയുമോ? അപ്പോ ഒരടിമക്ക് അള്ളാഹുവിന് അർഹതപ്പെട്ടതെന്തോ അള്ളാഹുവിന് അവകാശപ്പെട്ടതെന്തോ അള്ളാഹുവിലേക്കുള്ള അവന്റെ ബാധ്യത അത് നിശ്ചയിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ തിരിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തന്റെ അടിമകളോട് ബാധ്യതയുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സംവിധാനിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല കേവലം നിസ്സാരനായ മനുഷ്യനോട് ബാധ്യതയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുക. അപ്പൊ അതൊരു ഗൗരവപ്പെട്ട വിഷയമാണ്, അതൊരു നിസ്സാരപ്പെട്ട വിഷയമല്ല. ഈ ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ് കേവലം നിസ്സാരനായ മനുഷ്യനോട് എനിക്ക് ബാധ്യതയുണ്ട് എന്ന് പറയണമെങ്കിൽ അത് എത്ര വലിയ ഗൗരവപ്പെട്ട വിഷയമാണ്. അവിടുന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും റസൂലിനുമാണ് അറിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാൻ, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂ, ഒരു അടിമക്ക്
അവന്റെ രക്ഷിതാവിനോടുള്ള ബാധ്യത എന്ന് പറയുന്നത് ഇബാദത്ത് അള്ളാഹുവിന് മാത്രം ചെയ്യലാണ്. ഹദീസിലുള്ളത് യഅ്ബുദു എന്നാണ്, ആരാധന എന്ന് മാത്രമാണ്. എന്നാൽ ഇബാദത്ത് എന്ന പദം പരിശുദ്ധ ഖുർആനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ മാത്രം എന്നത് അവിടെ വാജിബായി ചേർക്കപ്പെടുകയാണ്. അവിടെ മാത്രം എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇബാദത്ത് എന്ന് എവിടെയൊക്കെ പറയപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിനോട് മാത്രം എന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയമാണ്. എന്നിട്ടോ വലാ യുശ്രികു ബിഹി ശൈഅ, അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കലാണ്. ആരാധനയുടെ വിഷയങ്ങളാകട്ടെ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് ചെറിയ ശിർക്കാകട്ടെ, ശിർക്കുൻ അസ്ഗർ ആവട്ടെ, ശിർക്കുൻ ഖഫിയുനാകട്ടെ, മറഞ്ഞിരിക്കുന്ന ശിർക്കാകട്ടെ, ശിർക്കുൻ അക്ബർ ആകട്ടെ, ഏതാകട്ടെ, അതിനെല്ലാത്തിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം അവൻ ആരാധിക്കലാണ്. വഹഖുൽ ഇബാദി അലല്ലാഹ്, ഇനി അള്ളാഹുവിനപ്പോ അങ്ങനെയാണെങ്കിൽ ആ അടിമകളോടുള്ള ബാധ്യത എന്താണ്? അങ്ങനെ ഉണ്ട് എങ്കിൽ, ആ ഒരു കണ്ടീഷൻ ഉണ്ട് എങ്കിൽ അടിമകൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യത അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ്, അള്ളാഹുവിനോട് ഒരിക്കലും പങ്കു ചേർക്കാതിരിക്കലാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചും ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതെന്താണ്? അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈഅ, അങ്ങനെ ചെയ്യുന്ന ഒരാളെ പോലും ശിക്ഷിക്കാതിരിക്കുക എന്നത് അള്ളാഹുവിനുള്ള ബാധ്യതയാണ് എന്ന് അള്ളാഹു തന്റെ അടിമകളോട് കാണിക്കുന്ന ബാധ്യതയാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ ഔദാര്യത്തിന്റെ പുറത്ത് അള്ളാഹു കാണിക്കുന്ന ഒരു ബാധ്യതയാണ്. അങ്ങനെ ഒരാൾ ഒരിക്കലും ശിർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, അവന്റെ ജീവിതത്തിൽ അവൻ തൗഹീദിന്റെ കാര്യത്തിൽ അവൻ പെർഫെക്റ്റ് ആണ് എങ്കിൽ അവനെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്നാണ്. മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, യാ റസൂലല്ലാഹ് അഫലാ ഉബശ്ശിറു നാസ്, ഞാൻ ജനങ്ങളെ ഇത് അറിയിക്കട്ടെ, ഞാൻ അവരോട് ഇത് സന്തോഷ വാർത്ത അറിയിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലാ, വേണ്ട. തുബശ്ശിർഹും ഫയത്തകിലു, അവരതിൽ തവക്കുൽ ചെയ്യും. നീ അവരോട് ഇത് സന്തോഷ വാർത്ത അറിയിച്ചാൽ ജനങ്ങൾ ഇതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഫയത്തകിലു, അവരതിൽ തവക്കുൽ ചെയ്യും. പിന്നെ അത് മതിയല്ലോ, പിന്നെ ഇബാദത്തുകളിൽ അവരുടെ ശ്രദ്ധ കുറയും. അധികം ഖുർആൻ പാരായണങ്ങളിലൊന്നും അവർ ശ്രദ്ധിക്കാതിരിക്കും, അവരുടെ നമസ്കാരത്തിലെ ശ്രദ്ധകൾ കുറയും, അവരെല്ലാ വിഷയങ്ങളിലും പതുക്കെ പതുക്കെ പിന്നോട്ട് വരും. ഇതുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടല്ലോ എന്നൊരു ധാരണയിൽ അവർ മുന്നോട്ട് നീങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. നോക്കൂ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്, ഖുദ്സിയായ ഒരു ഹദീസാണ്, വമൻ ലഖിയനി ബിഖുറാബിൽ അർദി ഖത്തായ, ഒരു മനുഷ്യൻ എന്നെ കണ്ടുമുട്ടുകയാണ്. വമൻ ലഖിയനി, ആരാണോ എന്നെ കണ്ടുമുട്ടുന്നത്, ബിഖുറാബിൽ അർദി ഖത്തായ, ബിഖുറാബിൽ അർദി, ഭൂമി നിറക്കാൻ പാകത്തിന്, ഖത്തായ, തെറ്റുകുറ്റങ്ങളുമായി കൊണ്ട്, അവന്റെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാ പാപങ്ങളും എല്ലാം ഇങ്ങനെ കൂട്ടി നോക്കിയപ്പോ ഈ ഭൂമി മിൽ അൽ അർദ്, ഈ ഭൂമി നിറയാനും മാത്രം തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും പാപങ്ങളുമാണ് അവനുള്ളത്. അങ്ങനെ ആ മനുഷ്യൻ അത്രയും തെറ്റുകുറ്റങ്ങളുമായി വിശാലമായ വാസിആയ ഈ ഭൂമി നിറയെ കുറ്റങ്ങളുമായി അവൻ വരുന്നു. ലാ യുശ്രികു ബി ശൈഅ, അവന്റെ ജീവിതത്തിൽ അവൻ ഒരിക്കൽ പോലും അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ടില്ല. അവൻ ചെയ്ത ഒരു ഇബാദത്തും മറ്റൊരാൾ കാണണമെന്ന് അവൻ ആഗ്രഹിച്ചിട്ടില്ല. അവന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിനോട് മാത്രമാണ് അവന്റെ സങ്കടങ്ങൾ അവൻ ബോധിപ്പിച്ചിട്ടുള്ളത്. അവന്റെ ഏത് പ്രയാസഘട്ടങ്ങളിലും അതിനൊക്കെ സൊല്യൂഷൻ തരാൻ കഴിയുന്നവൻ റബ്ബാണ് എന്നാണ് അവൻ വിശ്വസിച്ചിട്ടുള്ളത്. അങ്ങനെ അവന്റെ ജീവിതത്തിൽ മുഴുവൻ തൗഹീദിൽ ഉറച്ചു നിന്നവനാണ് എങ്കിൽ ലഖീതഹു ബിമിസ്ലിഹ മഗ്ഫിറ, അവൻ എന്തോരം പാപങ്ങളുമായാണോ എന്റെ അടുത്ത് വന്നത് അത്രത്തോളം മഗ്ഫിറത്തുമായി ഞാൻ അവന്റെ അടുക്കൽ കണ്ടുമുട്ടും അവനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോളം മഗ്ഫിറത്തുമായി, ഭൂമി നിറയെ മഗ്ഫിറത്തുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാത്തിരിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, വഹാദൽ ഹദീസ്, ഈ ഹദീസ് എന്ന് പറയുന്നത് യദുല്ലു അലാ അന്ന മൻ ലഖിയ അല്ലാഹു ബിത്തൗഹീദിൽ ഖാലിസ്, അത് കേവലം തൗഹീദ് എന്ന് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവൻ നാവ് കൊണ്ട് ഉച്ചരിച്ചത് കൊണ്ടോ, ഞാൻ ഇതാ മുസ്ലിമായിരിക്കുന്നു, ഞാനിതാ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഞാൻ 5 നേരം നമസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പൊക്കെ എടുക്കുന്നുണ്ട്, ഞാൻ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്, ഇങ്ങനെയല്ല.
അവന്റെ തൗഹീദ് ബിത്തൗഹീദിൽ ഖാലിസ്, ഇഖ്ലാസുള്ള തൗഹീദായിരിക്കണം. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയുകയും അവന്റെ ജീവിതത്തിലെ പല പ്രവർത്തനങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരാണെങ്കിലോ, നമ്മൾ മുമ്പ് പറഞ്ഞു, അതിന്റെ ഹഖീഖത്ത് ബിശുറൂതിഹ, അതിന്റെ ഷർത്തുകളെല്ലാം പാലിച്ചുകൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് മക്കാ മുശ്രിക്കുകളുടെ വിഷയം പറഞ്ഞപ്പോൾ നമ്മളെ പഠിപ്പിച്ചു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനോട് അവർക്കുള്ളത് കടുത്ത ഹുബ്ബാണ്, കടുത്ത സ്നേഹമാണ്. അവർ ഈ ദുനിയാവിലെല്ലാത്തിനേക്കാളും, അവരുടെ കച്ചവടങ്ങളെക്കാൾ, അവരുടെ മാതാപിതാക്കളെക്കാൾ, അവരുടെ എല്ലാ വിഷയങ്ങളെക്കാളും അവർക്ക് ഹുബ്ബുള്ളത് അല്ലാഹുവിനോടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ് അല്ലാഹുവിനോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നമ്മൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച നമ്മൾ, 5 നേരം നമസ്കരിക്കുന്ന നമ്മൾ, നമുക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ സാധിക്കുമോ, എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ റബ്ബാണ് എന്ന്? ജീവിതത്തിന്റെ പല വിഷയങ്ങളിലും, കച്ചവടത്തിന്റെ വിഷയങ്ങളിൽ, നമ്മുടെ മക്കളുടെ വിഷയങ്ങളിൽ, എവിടെയൊക്കെ ഏതെല്ലാം മേഖലകളിൽ സഹോദരങ്ങളെ ആ ഹുബ്ബിനെ നമ്മൾ മറന്നു പോകുന്നുണ്ട് എന്നത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മുടെ കച്ചവടങ്ങൾക്ക്, നമ്മൾ അള്ളാഹുവിനോട് തീർക്കേണ്ട ബാധ്യതകൾക്ക് നമ്മുടെ കച്ചവടങ്ങൾ തടസ്സമാകുന്നുണ്ട്. നമ്മൾ നമ്മുടെ കച്ചവടങ്ങൾക്കാണ് പരിഗണന കൊടുക്കുന്നത്, നമ്മുടെ മക്കൾക്കാണ് നമ്മൾ പലപ്പോഴും പരിഗണന കൊടുക്കുന്നത്. അള്ളാഹുവിനോട് എനിക്ക് ഹുബ്ബുണ്ട്, അള്ളാഹുവിനോട് എനിക്ക് സ്നേഹമുണ്ട് എന്ന് നാവ് കൊണ്ട് പറയലല്ലാതെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കുന്ന രംഗങ്ങളിൽ പലപ്പോഴും നമ്മളെല്ലാവരും വലിയ പരാജയമാണ്. അവിടെയൊക്കെ നമ്മൾ പരാജയങ്ങളാണ് എങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, നമ്മുടെ നാവ് കൊണ്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അതവിടെ നാളെ പരിഗണിക്കപ്പെടുകയില്ല. ഈ ലോകത്ത് എല്ലാത്തിനേക്കാളും എന്തൊക്കെ അവന്റെ ജീവിതത്തിൽ അവൻ ഇടപെടുന്നുണ്ടോ അതിനെല്ലാത്തിനേക്കാളും എന്റെ റബ്ബിന്റെ വജ്ഹാണ് എനിക്ക് പ്രാധാന്യമുള്ളത്, അതാണ് എനിക്ക് പ്രധാനപ്പെട്ടത്, അത് കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് മറ്റെന്തും എന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണമാകുന്നത്. ഇതുപോലെ ഷർത്തുകൾ എണ്ണി പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഷർത്തുകളെല്ലാം ഇങ്ങനൊന്ന് വായിച്ചു നോക്കുമ്പോ അതിങ്ങനെ മനപ്പാഠം പഠിക്കലല്ല, അതിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളും, അതിന്റെ ഒക്കെ കണ്ടന്റ്, അതിന്റെ ഒക്കെ വസ്തുത എന്റെ ജീവിതത്തിലുണ്ടോ, എന്റെ ജീവിതത്തിന്റെ പ്രാവർത്തികമായ രംഗങ്ങളിൽ ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷർത്തുകൾ ഞാൻ അംഗീകരിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ആളുകൾക്കാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിശാലമാക്കപ്പെടുന്ന അവന്റെ ഏടുകൾ, പാപങ്ങൾ നിറഞ്ഞിട്ടുള്ള അവന്റെ മീസാനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന്റെ രക്ഷക്കെത്തുക. അത് കേവലം നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ടോ, ഞാനൊരു ഖബറാളിയോടും തേടുന്നില്ല, ഞാൻ എന്റെ ആപത്ഘട്ടങ്ങളിൽ മറ്റൊരാളോടും ഇസ്തിഗാസ നടത്തുന്നില്ല, എന്റെ നമസ്കാരങ്ങളെല്ലാം അള്ളാഹുവിന് മാത്രമാണ് എന്നതുകൊണ്ട് മാത്രമായില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എല്ലാ ഷർത്തുകളും പാലിക്കുന്നവനാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ മുവഹിദായിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാ, ഫീഹി ഫദ്ലു തൗഹീദ്, ഈ ഹദീസിലുള്ളത് തൗഹീദിന്റെ ഫദ്ലാണ്. വഅന്നഹു അഅ്ളമു അസ്ബാബിൽ മഗ്ഫിറ, മഗ്ഫിറത്തിനു വേണ്ടി, അല്ലാഹു ഒരാൾക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹു അതിനായി കാണുന്ന അസ്ബാബുകളിൽപ്പെട്ട അഅ്ളമു അസ്ബാബ്, ഏറ്റവും വലിയ കാരണം, ഏറ്റവും മഹത്തായ കാരണം എന്ന് പറയുന്നത് തൗഹീദാണ്. ഇഖ്ലാസുള്ള തൗഹീദ്, അതിന്റെ എല്ലാ ഷർത്തുകളും കൃത്യമായി പാലിച്ച് ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, ആ കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മഗ്ഫിറത്ത് ആയി കൊടുക്കാൻ വേണ്ടി, അവന്റെ പാവങ്ങൾ പൊറുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് ഉച്ചരിച്ച ആളുകളാണ്, നമ്മളത് മനസ്സിലാക്കിയ ആളുകളാണ്. ശിർക്കിന്റെ എല്ലാ മേഖലകളും ജീവിതത്തിൽ നിന്ന് പരമാവധി ഒഴിവാക്കി നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്നാൽ എവിടെയൊക്കെയോ ഏതൊക്കെയോ ഭാഗത്ത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തൗഹീദിൽ എവിടെയെങ്കിലും പുഴുക്കുത്തുണ്ടോ എന്നത് പലപ്പോഴും വിശകലനം ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ വലിയൊരു പരാജയമാണ്. നമ്മൾ പലപ്പോഴും ആ വിഷയം പഠിക്കാറില്ല. എനിക്കറിയാമല്ലോ, എനിക്കിതൊക്കെ അറിയുന്നതല്ലേ, ഞാനിതൊക്കെ മനസ്സിലാക്കിയതല്ലേ, ഞാൻ പണ്ട് വലിയ ഖുറാഫാത്തിലായിരുന്നില്ലേ, ഞാൻ പണ്ട് വലിയ ശിർക്കൊക്കെ ചെയ്യുന്ന ആളായിരുന്നില്ലേ, അതിൽ നിന്നൊക്കെ മുക്തനായിക്കൊണ്ട് ഞാൻ ആദർശമൊക്കെ ശരിയാക്കി ഇവിടം വരെക്ക് എത്തിയില്ലേ, അതൊക്കെ പോരെ? അതൊന്നും പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ മക്കയിൽ ഉണ്ടായിരുന്ന കാലഘട്ടം മുഴുവൻ
ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ 13 വർഷക്കാലം. ആ 13 വർഷക്കാലം ദീനിലെ നമസ്കാരങ്ങളില്ല, നോമ്പില്ല, സക്കാത്തുകളില്ല, ഹജ്ജില്ല, ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം. 13 വർഷ കാലഘട്ടം. ആ ഹിജ്റ പോകുന്നതിന് ഏതാണ്ട് 1 കൊല്ലം 1.5 കൊല്ലം മുമ്പാണ് ഇസ്രാ മിഅ്റാജ് യാത്ര നടക്കുന്നതും നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതും. അതുവരെ ആ 12 കൊല്ലം അള്ളാഹുവിനെ അറിയുന്ന ഒരു സമൂഹം. ഈ ലോകം സൃഷ്ടിച്ച ഒരു നാഥനുണ്ട്, ഈ ലോകം സൃഷ്ടിച്ച ഒരു അള്ളാഹു ഉണ്ട്. ആ അള്ളാഹു അർശിൽ ഉപവിഷ്ടനാണ്. ആ അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നവൻ. ആ അള്ളാഹുവാണ് നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ. എല്ലാ രംഗങ്ങളിലും അള്ളാഹുവാണ് ഇതെല്ലാം സംവിധാനിക്കുന്നവൻ എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു സമൂഹത്തെ, ആ സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാനെടുത്തത് 12 വർഷമാണ്, അല്ലെങ്കിൽ 13 വർഷമാണ്. ആ ആദ്യ കാലഘട്ടങ്ങളിൽ അഖീദ മാത്രമാണ്, അവരുടെ വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഹിജ്റ പോയതിനു ശേഷമാണ് ബദർ യുദ്ധം നടക്കുന്നതിനോടനുബന്ധിച്ച് റമദാനിലെ നോമ്പും പിന്നീട് സക്കാത്തും പിന്നീട് ഹജ്ജും ഒക്കെ അവസാന കാലഘട്ടങ്ങളിൽ നിർബന്ധമാക്കപ്പെടുന്നത്. നോക്കൂ, അത്രയും വർഷങ്ങൾ എടുത്ത് പഠിപ്പിക്കാൻ മാത്രം എന്താണ് നമ്മുടെ വിശ്വാസ വിഷയങ്ങൾക്കുള്ളത്? മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ അറിയുന്ന ആളുകളാണ്, അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന ആളുകളാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിൽ നമ്മളെ അറിയിച്ച വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അവരൊരു കപ്പലിൽ കയറി, ഒരു കപ്പലിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി, കപ്പൽ ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങി. അപ്പൊ അവരെന്ത് ചെയ്യും? അവരല്ലാഹുവിനോട് ദുആ ചെയ്യും, അവരല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യും. മുഖ്ലിസീന ലഹുദ്ദീൻ, അവരല്ലാഹുവിനോട് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യും. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നവരാണ്. അവരല്ലാഹുവിനോട് മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയാ, ആ ജനങ്ങളെ അവരുടെ അഖീദ ശരിയാക്കാൻ, അവരുടെ വിശ്വാസ വിഷയങ്ങൾ ശരിയാക്കാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ വിശ്വാസങ്ങൾ വീണ്ടും ഊട്ടിയുറപ്പിച്ച് ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിരുന്ന കാലാവധി 12 വർഷവും 13 വർഷവും ഒക്കെയാണ്. സഹോദരങ്ങളെ, നമ്മൾ എത്ര സമയം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ പഠിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശാലമായ ആ ഇൽമിന്റെ ബഹറിലേക്ക് ഒന്ന് ഇറങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിവിധ വിഷയങ്ങളൊന്ന് പഠിക്കാൻ, അതിന്റെ ഷർത്തുകൾ പഠിക്കാൻ നമ്മൾ ചെലവഴിച്ചിട്ടുള്ള സമയം എത്രയാണ്? നമുക്കൊന്ന് എഴുതിയാൽ മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രമാണ് നമുക്ക് മുതൽക്കൂട്ടുണ്ടാവുക. അതുകൊണ്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, കേവലം ഒരു നിലപാടല്ല, അത് ജീവിതത്തിൽ പകർത്താനുള്ള വിഷയമാണ്. അത് പഠിച്ച് ഒരു ബുക്കും പേനയൊക്കെ എടുത്ത് എഴുതി വിശാലമായി ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തേണ്ടുന്ന വിഷയമാണ്. അത്തരത്തിലുള്ള മുവഹിദുകളായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أصلي وأسلم على سيد الأنبياء والمرسلين നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതിന്റെ ഫളലിനെ സംബന്ധിച്ചും അത് പഠിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചുമൊക്കെയാണ് നമ്മൾ സംസാരിച്ചു വന്നത്. നാളെ ഓരോ മനുഷ്യനും അവന് നൽകപ്പെട്ട എല്ലാ നിഅമത്തുകളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസമാണ്. ഓരോ കാര്യങ്ങളും വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കും. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ സമ്പത്തിനെ കുറിച്ചുള്ള ചോദ്യം. നമ്മുടെ സമ്പത്ത് അത് ഏത് രൂപത്തിൽ നമ്മൾ ചെലവഴിച്ചു, നമ്മുടെ സമ്പത്ത് അത് ഏത് രൂപത്തിൽ നമ്മൾ സമ്പാദിച്ചു, അത് ഏത് രൂപത്തിൽ നമ്മൾ കണക്കാക്കി, നമ്മൾ ആളുകൾക്ക് കൊടുക്കാനുള്ള ഹക്കുകളൊക്കെ കൊടുത്തു തീർത്തോ, ആളുകൾക്ക് അവകാശപ്പെട്ടത് എന്തെങ്കിലും അന്യായമായി നമ്മുടെ പോക്കറ്റിലോ ബാങ്ക് അക്കൗണ്ടുകളിലോ നമ്മുടെ വസ്തുക്കളിലോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നമ്മൾ അല്ലാഹുവിന് നൽകുന്ന സ്വതക്കകൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്വതക്കകളെല്ലാം, നമ്മുടെ ദാനധർമ്മങ്ങളെല്ലാം നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാനുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സക്കാത്ത് എന്ന് പറയുന്നത്.
സക്കാത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പരിശുദ്ധപ്പെടുത്തുക എന്ന, സമ്പത്തിനെ പരിശുദ്ധപ്പെടുത്തലാണ്. നമ്മുടെ സ്വതക്കകളും എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഹിതം എല്ലാ ദിവസവും ഒരു ചെറിയ ഓഹരി നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന രൂപത്തിൽ നമ്മൾ സ്വതക്കകൾ നൽകുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. കൃത്യമായി നമ്മുടെ പോക്കറ്റുകളിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൃത്യമായ ഒരു ഓഹരി എല്ലാ ആഴ്ചയും എല്ലാ മാസവും നീങ്ങുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ആരെങ്കിലും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. പള്ളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പിരിവ് വരുമ്പോ ഞാൻ അവിടെ കൊടുക്കാറുണ്ട്. ഞാൻ ആരെങ്കിലും ചോദിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഞാനത് മറന്നുപോകും. ആ രൂപത്തിലല്ല. കൃത്യമായി നമ്മുടെ ഫോണുകളിൽ റിമൈൻഡറുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ഈ ആഴ്ച അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര ഞാൻ ചെലവഴിച്ചു എന്ന് പറയാൻ കൃത്യമായ ഒരു കണക്ക് നമ്മുടെ കയ്യിലില്ല എങ്കിൽ ആ കണക്കുകളുമൊക്കെ നാളെ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് നമുക്ക് മറുപടി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ പള്ളികളിലേക്ക്, നമ്മൾ ഈ ജുമുഅ ഖുത്ബ കേൾക്കാൻ നമ്മൾ ഈ പള്ളിയിൽ വന്നിരിക്കാൻ, ഈ പള്ളിയുടെ കാര്യങ്ങൾ നടന്നു പോകാൻ നമ്മൾ ആരും ഇവിടെ അന്വേഷിക്കാറില്ല. ഈ പള്ളിയിലെല്ലാം കൃത്യമായിട്ടാണോ നടന്നു പോകുന്നത്? ഈ പള്ളിയുടെ കാര്യങ്ങളൊക്കെ ആരാണ് നോക്കുന്നത്? ഇവിടുത്തെ ഇമാമിന്റെ കാര്യം ആരാ നോക്കുന്നത്? ഇവിടുത്തെ കറണ്ട് ബില്ല് എങ്ങനെ നടന്നു പോകുന്നത്? നമ്മൾ ആരും അന്വേഷിക്കാറില്ല. പക്ഷെ നമ്മൾ കൃത്യമായി ഈ പള്ളിയിൽ വരുമ്പോ, ഈ പള്ളിയിൽ കൃത്യമായി അവിടെ AC ഉണ്ടാകും, അവിടെ ഫാൻ ഉണ്ടാകും, അവിടെ ലൈറ്റ് ഉണ്ടാകും, ഇവിടെ ഒരു ഇമാം ഉണ്ടാകും, പള്ളി ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടാകും. നമ്മൾ പലപ്പോഴും ആലോചിക്കാറില്ല. നമ്മുടെ ബാധ്യതയാണ് അള്ളാഹുവിന്റെ ഭവനം എന്ന് പറയുന്നത്, നമ്മുടെ ബാധ്യതയാണ്. അത് അന്വേഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് സാമ്പത്തികമായിട്ടെങ്കിലും ആ പള്ളികളിലേക്ക് സംഭാവനകളായി, പിരിവുകളായി, സ്വതക്കകളായി നൽകിക്കൊണ്ട് നമ്മൾ നമ്മുടെ സമ്പത്തിനെ എപ്പോഴും കൃത്യമായ ഒരു ബാലൻസിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന രൂപത്തിൽ കൊണ്ടു നടക്കണമെന്ന് ശാന്തരവികമായി സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ, അത് ചെറിയ തുകയാകട്ടെ വലിയ തുകയാകട്ടെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ള ഒരൊറ്റ നീയത്തോടുകൂടി നമ്മുടെ ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ടാകും. അതിലേക്ക് എല്ലാ ആളുകളും കഴിയുന്ന രൂപത്തിൽ, സ്ത്രീകളോട് പ്രത്യേകിച്ചും അത് ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പ്രത്യേകമായി കൊണ്ട് നമ്മളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പ്രവർത്തകൻ, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണത്തിലാണ് അദ്ദേഹം ഉള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് ഏറ്റവും എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ രോഗത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഈ പ്രയാസഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹപ്രവർത്തകർ, എല്ലാവർക്കും, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم أنجِ المستضعفين من المؤمنين في فلسطين. اللهم أصلح حال إخواننا المسلمين في كل مكان. اللهم أصلح حال إخواننا المسلمين في فلسطين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.